SIRുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഒരാൾ എൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ടൊരു കമൻ്റ് ഇട്ടിരുന്നു. മനോജ് എന്നോ മറ്റോ പറയുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞത്, കേരളാസ് പോപ്പുലേഷൻ ഈസ് 3.6 crores. Total Aadhaar enrollment in Kerala is 4.09. So 49 lakh more Aadhars than Kerala population. Refer New Indian Express newspaper. Anil Mohammed should identify the 49 lakhs extra enrollment. ഞാൻ പരിശോധിക്കണമെന്നാണ് മനോജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനോജ് ഇത് പരിശോധിക്കേണ്ടത് എൻ്റെയും മനോജിൻ്റെയും ചുമതലയല്ല. നമ്മളങ്ങനെ ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പൊതുവായി ഇങ്ങനെയുള്ള സംഗതികൾ ചില വാർത്തകളായി രംഗത്ത് വരുന്നത് ഞാൻ താങ്കളുടെ ഇത് കണ്ടതിന് ശേഷം ഞാൻ വായിച്ചു. ഇതിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിൽ 49 ലക്ഷം വ്യാജ ആധാറൊക്കെ ആരും എടുത്ത് കണ്ട് കൈവച്ചേക്കുന്നൊന്നും ഉണ്ടാവില്ല. കേരളത്തിൽ അതൊന്നും സാധ്യമാവില്ല. അത് സാധ്യമാകാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? കേരളത്തിലെ ഒരു വീട്ടിൽ തന്നെയുണ്ട് എല്ലാവരുടെയും ശത്രുക്കൾ. മനോജിൻ്റെ ഭാര്യയും ഭാര്യയുടെ ആങ്ങളമാരും ചിലപ്പോൾ ചേട്ടനും അനിയനും അപ്പച്ചിയും കൊച്ചാപ്പായും മാമായും മൈലത്ത് താമസിക്കുന്നവനും ആരെങ്കിലുമൊക്കെ മനോജിന് എതിരാളിയായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു വ്യാജ ഡോക്യുമെൻ്റ് ആരെങ്കിലും എടുത്താൽ, ഏതെങ്കിലും സോഴ്സ് വഴി പുറത്തു വന്നാൽ അപ്പോൾ അത് കണ്ടുപിടിക്കും. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഈ വ്യാജ കാർഡ് പിടിച്ചു, വ്യാജ സർട്ടിഫിക്കറ്റ് പിടിച്ചു, അല്ലെങ്കിൽ പാർട്ടിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് കൊടുക്കുമ്പോൾ ഈ പറയുന്നത് പോലെ അയാളിൽ പിന്നെ LLB വ്യാജമായിരുന്നു, PhD വ്യാജമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ മാത്രമേ ഇതുള്ളെന്നുള്ളതല്ല. ഇത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഇതിൻ്റെ 100 ഇരട്ടി ഉണ്ടാവും. പക്ഷേ ഇവിടെ അത് കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യം അതൊരു മലയാളിയുടെ സവിശേഷമായ ഒരു സോഷ്യൽ ഈഗോ ഫങ്ഷനിങ് മെക്കാനിസമാണ്. എനിക്കിത് കിട്ടിയില്ലെങ്കിലും ഒന്നുമില്ല, മറ്റോനങ്ങനെ ഒരു മാർഗ്ഗത്തിലും അത് ഒപ്പിക്കരുത്. ഉടായിപ്പായാലും അത് പുറത്തു കൊണ്ടുവരും മലയാളി. അങ്ങനെയാണല്ലോ PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതൊക്കെ വെള്ളമടിച്ച് ശക്തികുളങ്ങര ബാറിലിരുന്ന് പറഞ്ഞതും പിന്നെ അത് കണ്ടുപിടിച്ചതും ഒക്കെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് മനോജ് വറീഡാവണ്ട. പക്ഷേ അതിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സംഭവിച്ചിട്ടുണ്ടാവുക ഈ ആദ്യമൊന്നും ഈ ആധാർ കാർഡിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊന്നും ഒരു പ്രോപ്പർ ആയിരുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം ഇത് ആദ്യം തുടങ്ങുമ്പോൾ നന്ദൻ നീലേക്കനിയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അന്ന് തുടങ്ങിയത് UPA ഗവൺമെൻറ്റാണ്. അപ്പോൾ അന്ന് UPA ഗവൺമെൻറ്റിന് ഇന്ത്യക്കാരെ പുറത്താക്കണമെന്നും കുറച്ച് പേരെ പാകിസ്ഥാനി വിടണമെന്നും കുറച്ച് പേരെ കൽത്തുറങ്കിൽ അടയ്ക്കണമെന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് യഥേഷ്ടം ആധാർ കാർഡൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രോപ്പർ ആയിരിക്കില്ല. പിന്നെ അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ രണ്ടാമതായി ചിലപ്പോൾ എടുക്കാൻ ചെന്നപ്പോഴായിരിക്കും ഈ പേരും അഡ്രസ്സും ഒക്കെ കൃത്യമായി എവിടെയെങ്കിലും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വന്ന ഡ്യൂപ്ലിക്കേഷൻ ആയിരിക്കും ഈ 49 ലക്ഷം. അപ്പോൾ അതുകൊണ്ട് മനോജിനോട് അത് കണ്ട അനിൽ മുഹമ്മദിനെ അത് വെച്ചൊന്ന് ചാർജ് ചെയ്യാമെന്ന് അങ്ങ് വിചാരിക്കേണ്ട, അത്രയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ കണക്ക് വരുമ്പോൾ കഴിയും. പിന്നെ എല്ലാ സമയത്തും നോട്ട് നിരോധനം വന്നപ്പോൾ ഇതുപോലെ ഒത്തിരി നോട്ടുകൾ അധികം വരുമെന്ന് പറഞ്ഞിട്ട് അവസാനം ഒന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിലൊന്നും അങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാൻ. അതോടൊപ്പം തന്നെ ഈ 12 ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് ആളുകൾക്കൊരു സംശയമുണ്ട്. അത് ഓരോന്നും ഞാനൊന്ന് പറയാം. ഒന്ന്, എനി ഐഡൻറ്റിറ്റി കാർഡ്സ്, പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഇഷ്യൂഡ് ടു എ റെഗുലർ എംപ്ലോയി ഓർ പെൻഷനർ ഓഫ് എനി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ PSU. അതായത് സംസ്ഥാന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാരുടെ എന്തെങ്കിലും തരത്തിലുള്ള ID കാർഡുകൾ, അതുപോലെ തന്നെ പെൻഷനോ മറ്റോ അടയ്ക്കുന്നതിൻ്റെ റെസീപ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തെളിവാണ്. രണ്ടാമത്തത്, എനി ഐഡൻറ്റിറ്റി കാർഡ്, സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ ഇന്ത്യ ഗവൺമെൻറ്, ബാങ്ക്സ് ഓർ ലോക്കൽ അതോറിറ്റീസ് ഓർ PCU. അതായത് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിയൽ രേഖ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ് ഇന്ത്യ സർക്കാരോ ബാങ്കുകളോ പ്രാദേശിക സ്ഥാപനങ്ങളോ അതുപോലെയുള്ള ഏതെങ്കിലും PCUകളോ മറ്റോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തന്നിട്ടുള്ള ഏതെങ്കിലും ഐഡൻറ്റിറ്റി കാർഡുകൾ. 3, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കോമ്പിറ്റൻ്റ് അതോറിറ്റി, ജനന സർട്ടിഫിക്കറ്റ്, അതിൻ്റെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റി തന്നിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ്. 4, പാസ്പോർട്ട്. 5, മെട്രിക്കുലേഷൻ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ റെക്കഗ്നൈസ്ഡ് ബോർഡ്സ് ഓർ യൂണിവേഴ്സിറ്റീസ്. അതായത് നമ്മുടെ SSLC ബുക്ക്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ പിന്നെ ബോർഡുകളോ യൂണിവേഴ്സിറ്റിയോ തന്നിട്ടുള്ളത്. 6, പെർമനൻറ്റ് റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് അതോറിറ്റി. നമ്മുടെ സ്ഥിര താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ നമുക്ക് തന്നത് ഒക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവുന്നതാണ്. 4X റൈറ്റ് സർട്ടിഫിക്കറ്റ് ഓർ OBC ST SC ഓർ എനി അതർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. 7, വനാവകാശ സർട്ടിഫിക്കറ്റ്, വനവാസിയാണെന്നുള്ളതിന് വനം വകുപ്പ് നൽകുന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൂടാതെ പിന്നോക്ക ജാതിയോ പട്ടികവർഗമോ പട്ടികജാതിയോ എന്നൊക്കെ തെളിയിക്കുന്ന ഏത് ജാതിയും മതവുമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. 9, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, NRC. അതായത് നമ്മുടെ ഇവിടെ നടന്നിട്ടില്ല, ചില സ്റ്റേറ്റുകളിലൊക്കെ ആസാമിലൊക്കെ നടന്നിട്ടുണ്ട്, അതിലെ തെളിവുകൾ. 10, ഫാമിലി രജിസ്റ്റർ പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ് ഓർ ലോക്കൽ അതോറിറ്റീസ്. സംസ്ഥാന സർക്കാരോ ലോക്കൽ അതോറിറ്റീസോ പ്രിപ്പയർ ചെയ്തിട്ടുള്ള
ഈ കുടുംബ പട്ടികയുടെ രജിസ്റ്റർ എന്തെങ്കിലും തരത്തിലുള്ളതുണ്ടെങ്കിൽ. 11 എനി ലാൻഡ് ഓർ ഹൗസ് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ബൈ ഗവൺമെൻറ്. 11 എന്തെങ്കിലും സ്ഥലം അനുവദിച്ചതിൻ്റെയോ അല്ലെങ്കിൽ വീട് അനുവദിച്ചതിൻ്റെയോ സർക്കാർ നൽകിയ സർട്ടിഫിക്കറ്റ്. 12 ഫോർ ആധാർ കമ്മീഷണേഴ്സ് ഡയറക്ഷൻ ഇഷ്യൂഡ് ബൈ ലെറ്റർ നമ്പർ സോ ആൻഡ് സോ ഷാൾ അപ്ലൈ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡിൽ കമ്മീഷണർ ഒരു കത്തെഴുതി ഇറക്കിയിരുന്നു സുപ്രീം കോടതി വിധിയെ തുടർന്ന് 9/9/2025 എന്ന് വെച്ചാൽ അതൊരു പൗരത്വ രേഖയല്ല, ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുന്ന ഒരു തെളിവ് മാത്രം എന്ന് പറഞ്ഞിറങ്ങിയ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്ത് പ്രകാരം ആധാർ കാർഡും സ്വീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ 12 ഡോക്യുമെൻസുകളാണ് ഇതിൽ ഇപ്പോൾ രേഖകളായി, ഔദ്യോഗിക രേഖകളായി ഈ SIRന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിൽ ഇതിലേതെങ്കിലും ഒക്കെ ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പുമാണ്. ഏതായാലും അതാണ് രേഖകൾ. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതുകയോ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു.